ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒട്ടുമിക്ക ആളുകൾക്കും ഈ സ്കിൻ കെയർ ചെയ്യുന്നതിനുള്ള മടി വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അത് ഓവർ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, കോഫി മാസ്ക് ഒക്കെ പോലെയുള്ള ഹോം റെമഡീസ് ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പെയിനൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ എന്താ പറയുക പിന്നോട്ട് വലിക്കുന്ന ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിലി ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പക്ഷെ ഇതിൻ്റെ റിസൾട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒട്ടും എന്താ പറയുക ടെൻഷനൊന്നും വേണ്ട. ഭയങ്കര കിടുവായിട്ടുള്ള റിസൾട്ടാണ്. കാരണം ഏതാണ്ട് 1 വീക്കായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഫേസിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. എന്താ പറയുക, ഒരു അത്യാവശ്യം ഗ്ലോ ഒക്കെ തന്നിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അതായത് ചില ആളുകൾക്ക് ഉണ്ടായിരിക്കും എക്സ്ട്രീം ഡ്രൈ സ്കിന്നുകാരൊക്കെ ഉണ്ടായിരിക്കും. അതായത് തീരെ സ്കിൻ അത്ര ഹൈഡ്രേറ്റഡ് അല്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കും. അവർ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും നമുക്കറിയാം, ഇപ്പോൾ ഫൗണ്ടേഷൻസ് ഒക്കെ ആണെങ്കിലൊന്നും അവരുടെ സ്കിന്നിലോട്ട് അങ്ങോട്ടൊന്നും ബ്ലെൻഡ് ആവാത്ത ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പം പറഞ്ഞുതരാൻ പോകുന്ന ഈ ഒരു ഐറ്റം നിങ്ങൾ യൂസ് ചെയ്താൽ മസ്റ്റാണ് റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പോൾ ഞാൻ ഓവർ വീഡിയോ ലാഗ് അടുപ്പിക്കുന്നില്ല, കാര്യത്തിലോട്ട് പോവാം. ഇതിന് വേണ്ടത് രണ്ട് ഐറ്റംസ് ആണ്. ഇത് ഗ്ലിസറിൻ ആണ്, അതുപോലെ തന്നെ ഇത് റോസ് വാട്ടർ. ഇത് രണ്ടും നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. രണ്ടിനും നമുക്ക് ഓവർ പൈസ ചിലവൊന്നുമില്ല. ഇനി നമുക്കിത് എങ്ങനെ മിക്സ് ചെയ്യേണ്ടത് നോക്കാം. ഞാൻ ഇതെങ്ങനെ മിക്സ് ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൽ ഒരു 1/4 ഭാഗം ഗ്ലിസറിൻ ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു 1/2 ഭാഗം റോസ് വാട്ടർ എന്ന രീതിക്ക് വേണം നിങ്ങൾ മിക്സ് ചെയ്യാനായിട്ട്. അതാണ് അതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് നമുക്ക് എന്താ പറയുക, കുറച്ചധികം ദിവസം തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അങ്ങനെ വേറെ കേട് വരുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാനിതൊരു 1 വീക്കിലേക്കാണ് കേട്ടോ ഇത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് ഈ ഒരു ബോട്ടിലിൻ്റെ ഇത്ര അളവ് തന്നെ കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്ത് 1 വീക്ക് അധികമായി. അപ്പോൾ യൂസ് ചെയ്തിട്ടാണ് ഇത് ഇത്രയും ആയത്. ഞാൻ വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചാൽ, ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാത്ത മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ പുറത്ത് പോയി വന്നതാണ്. അപ്പോൾ ഫേസ് ഒന്നും കഴിക്കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് കയ്യിൽ അപ്ലൈ ചെയ്ത് തരാം. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഏതാണ്ട് ഈ ഒരു തിക്നെസ് ഉണ്ടായിരിക്കും, കുറച്ചൊരു തിക്നെസ് ഉണ്ടായിരിക്കും. കാരണം മറ്റൊന്നല്ല, ഗ്ലിസറിൻ നിങ്ങൾക്ക് അറിയാലോ കുറച്ചൊരു തിക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത്. പിന്നെ എന്ന് വെച്ചാൽ റിമൂവ് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ നൈറ്റ് കിടക്കുന്ന സമയമാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം ഡയറക്റ്റ് തന്നെ നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കിടക്കാവുന്നതാണ്. ശരിക്കും നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം നന്നായിട്ട് മനസ്സിലാവും. ഞാനിത് ശരിക്കും ഒരു ഗ്ലോയ്ക്ക് വേണ്ടി യൂസ് ചെയ്തതാണെങ്കിലും അതിൻ്റെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് എന്ന രീതിക്ക് എൻ്റെ സ്കിൻ ഒന്നും കൂടെ സോഫ്റ്റൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലുള്ള എൻ്റെ പിമ്പിൾസ് ഒക്കെ ചെറുതായിട്ട് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്കിന്നിന് മാത്രമല്ല കേട്ടോ, ഇത് നിങ്ങൾക്ക് എവിടെയാണോ ഡ്രൈനസ് ഉള്ളത്, ഇപ്പോൾ ചില ആളുകൾക്കാണെങ്കിൽ കൈക്കായിരിക്കും ഓവർ ഡ്രൈനസ് ഉണ്ടായിരിക്കാം, കാലിനുള്ളവരുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ ഡ്രൈനസ് ഫീൽ ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ഞാനിപ്പോൾ പ്രധാനമായിട്ടും ഞാൻ നൈറ്റാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നൈറ്റ് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഡേ ടൈമിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഡേ ടൈം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോണറിന് പകരമായിട്ടാണ് ഇത് യൂസ് ചെയ്യാവുന്നത്. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ടോണർ യൂസ് ചെയ്യില്ല, ആ ഒരു എന്താ പറയുക, അതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു ഐറ്റം യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് മാത്രം യൂസ് ചെയ്താൽ പോരാ. ഇപ്പോൾ എക്സ്ട്രീം നല്ല ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാത്തതാവാട്ടോ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള വെള്ളങ്ങളൊക്കെ കുടിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതും കൂടി യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ പറയുക, നല്ല അടിപൊളിയായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ അത്രയും റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇത് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ മറ്റ് സ്കിൻ കെയർ വീഡിയോസും മറ്റ് അനദർ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ബൈ.